പുത്തൂർ വിഷ്ണു ക്ഷേത്രത്തിലെ ഏകാദശമി മഹോത്സവത്തിന് നവംബർ 1 തുടക്കമാവുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം അക്ലൂത്തില്ലത്ത് ബ്രഹ്മശ്രീ ഡോക്ടർ പ്രസാദ് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. ഒത്തിരി ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ 8 ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. പുത്തൂർ വിഷ്ണു ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ ഏകാദശമി മഹോത്സവം നവംബർ 1 മുതൽ ഡിസംബർ 1 വരെ ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം അക്ലൂത്തില്ലത്ത് ബ്രഹ്മശ്രീ ഡോക്ടർ പ്രസാദ് നമ്പൂതിരി നിർവഹിക്കും. ക്ഷേത്രത്തിൽ എല്ലാ ദിവസങ്ങളിലും നിത്യപൂജകൾക്ക് പുറമെ വിശേഷ പൂജകളും അന്നദാനവും നടക്കും. കൂടാതെ നാമജപം, ഭജന, പ്രഭാഷണം, ചെറുശ്ശേരി സാഹിത്യോത്സവം, സംഗീതോത്സവം, തായമ്പക തുടങ്ങി വിവിധ ചടങ്ങുകളും നടക്കും. 23 നടക്കുന്ന ചെറുശ്ശേരി സാഹിത്യോത്സവം എഴുത്തുകാരൻ ശ്രീകാന്ത് കോട്ടകൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സാഹിത്യ മത്സരങ്ങൾ ഡോക്ടർ എം മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. 30 നടക്കുന്ന സംഗീതോത്സവം പ്രസിദ്ധ സംഗീതജ്ഞൻ തരളി രാമചന്ദ്രൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. ഈ പ്രാവശ്യത്തെ ക്ഷേത്ര ഉത്സവം ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ പ്രസാദ് നമ്പൂതിരി അവറുകളാണ്. യിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായി അത് മാറിയിട്ടുണ്ട്. എല്ലാ പ്രധാന ദിവസങ്ങളും ഹൈന്ദവ ആചാരപ്രകാരമുള്ള വിശ്വാസപ്രകാരമുള്ള ഏതാണ്ട് എല്ലാ പ്രധാന ദിവസങ്ങളും ഞങ്ങൾ അവിടെ ആഘോഷിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഏകാദശിയാണ്. ഏകാദശിയെ കുറിച്ച് പറയുന്നത് അത് ഗീതോപദേശം നടന്ന ദിവസമാണ് ഏകാദശി എന്നാണ് ഒരു അഭിപ്രായം, വിശ്വാസികൾക്കിടയിലുള്ള അഭിപ്രായം. അതുകൊണ്ട് അത് ഞങ്ങൾ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. 31 ദിവസം വിവിധ പരിപാടികളോടെ അതിൽ ധാരാളം ജനപങ്കാളിത്തം ഉണ്ടാകാറുണ്ട്. കുറച്ച് കാലമായിട്ട് ഒരു ദിവസം ഒരു 1000-1500 ആളുകൾ വന്ന് അവിടുന്ന് അന്നദാനത്തിൽ പങ്കെടുത്ത് പോകുന്നുണ്ട്. ഈ അന്നദാനം പല ഭക്തന്മാരും സ്പോൺസർ ചെയ്യുന്നതാണ്. അത് കാലാകാലങ്ങളിൽ ഞങ്ങളതിൻ്റെ റേറ്റ് നിശ്ചയിക്കും, അത് അവർ തന്നിട്ടാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. അന്നദാനം നടത്തുന്ന ക്ഷേത്രം, അത് സാധാരണ പറയുക അതാണ് ഏറ്റവും വലിയ ദാനം എന്നാണ് പറയാറുണ്ട്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.